എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് കോഴിക്കോട്ട ശനിയാണ്. കോഴിക്കോട്ട ശനി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈശോ ലാസറിനെ ഉയർപ്പിച്ചതിൻ്റെ ആ ഒരു അനുസ്മരണമായിട്ടാണ് നമ്മൾ കോഴിക്കോട്ട ശനി ആചരിക്കുന്നത് അല്ലേ. അപ്പം കോഴിക്കോട്ട ശനി അല്ലെങ്കിൽ ലാസർ ശനി എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ അത് ഞാനും കോഴിക്കോട്ട ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. എന്താ വെള്ളം വെച്ചിട്ടുണ്ട്, വെള്ളം തിളച്ചു തുടങ്ങി. ഇതാ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിന് വെളിച്ചെണ്ണ കൂടി ചേർക്കണം. വെളിച്ചെണ്ണ നമ്മൾ ചേർക്കുന്നത് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടി കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് നല്ല ഗ്ലേസിങ്ങോട് കൂടി നമുക്ക് കിട്ടും. നമ്മുടെ പുറമെയൊക്കെ നല്ല ഗ്ലേസിങ്ങോട് കൂടി വരാൻ വേണ്ടിയാണ് എണ്ണ കൂടി ചേർക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് മാവ് നല്ല തിളയ്ക്കുന്നുണ്ട്. അപ്പം ഇതിലേക്ക് മാവ് ഇട്ട് കൊടുക്കാം. ഇതുണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. ആവശ്യത്തിന് മാവ് ഇട്ടിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ അല്ലാണ്ട് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കുഴയ്ക്കുമ്പോൾ അത്ര സോഫ്റ്റ് ആവും. എന്നാലും ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ നന്നായിട്ട് സോഫ്റ്റായി കിട്ടും കേട്ടോ. നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായി വരാൻ ഇങ്ങനെ ചെയ്യണം നല്ലതാണ്. ഞാൻ തേങ്ങയും ശർക്കരയും ഇതിൽ ജീരകപ്പൊടി, ഏലക്കാപ്പൊടി ഇതെല്ലാം കൂടി എടുത്ത് തേങ്ങ വിളവിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അത് കുഴച്ചെടുക്കാം. കുറച്ച് എണ്ണ കയ്യിൽ തേക്കുക, എന്നിട്ട് ഇത് ബോൾസാക്കി എടുക്കാം. നല്ല സോഫ്റ്റായിട്ടാട്ടോ മാവിരിക്കണം. നമ്മൾ ആ രീതിയിൽ ചെയ്തുകൊണ്ട് ഈ രീതിയിലൊന്ന് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ചെയ്യണ രീതി ഇങ്ങനെയാണെന്ന് കാട്ടി തന്നെ. മഴ പെയ്യാനുള്ള ഒരു ഇതൊക്കെ കാണും കേട്ടോ. നല്ല പുകച്ചൊരു ചൂടും ആവി പരവേശമൊക്കെയാണ്. നല്ല ബോളായിട്ട് ഉരുട്ടിയെടുക്കാൻ നല്ല ഷേപ്പിൽ ഇങ്ങനെ ഇതെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം കണ്ടോ. അപ്പം നമ്മുടെ കോഴിക്കോട്ടയൊക്കെ അതാ ഉരുട്ടി റെഡി ആക്കിയിട്ടുണ്ട്. അപ്പച്ചെമ്പ് അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ, ആവി കയറി. അപ്പം ഇനി ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ദേ നമ്മുടെ കോഴിക്കോട്ടയൊക്കെ വെന്തു. ഇത് ഞാൻ ഇങ്ങനെ ഒരു വാഴയില വെച്ച് കൊടുക്കുകയും, കാരണം അതിൻ്റെയും കൂടെ ഫ്ലേവർ വരുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതാ എന്താ നല്ല കോഴിക്കോട്ട നല്ല വെന്ത് പാകമായിട്ടിരിക്കണം. ഇനി ഒത്തിരി ഒന്ന് ചൂടാറിയാലോ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ കോഴിക്കോട്ടയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാവേ. ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. കണ്ടോ, നല്ല തിക്കായിട്ട് നല്ല എന്താ തേങ്ങയും ശർക്കരയും കൂടെ കൂടി നല്ലൊരു ഫ്ലേവർ, ജീരകത്തിൻ്റെ ഏലക്കായുടെയും ഫ്ലേവറും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കോഴിക്കോട്ട ശനി ഇങ്ങനെയൊക്കെ നമ്മൾ ആഘോഷിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ആദ്യം ചാനൽ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ അങ്ങനെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.